Hello students. This is our last topic in Unit 2. The name of the topic is solution of triangles. Then what you meant by solution of triangles? Solution of triangles means find three sides and three angles. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിളിനെ സോൾവ് ചെയ്യുക. ട്രയാങ്കിളിനെ സോൾവ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂന്ന് സൈഡ് കണ്ടുപിടിക്കുക, മൂന്ന് ആംഗിൾസ് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ മൂന്ന് സൈഡും മൂന്ന് ആംഗിളും കണ്ടുപിടിക്കണമെങ്കിൽ മൂന്ന് ക്വാണ്ടിറ്റി തരണം. ഒന്നുകിൽ മൂന്ന് സൈഡ് തരണം, അല്ലെങ്കിൽ മൂന്ന് ആംഗിൾ തരണം. ഏതെങ്കിലും രണ്ട് സൈഡും ഒരു ആംഗിളും തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ആംഗിളും ഒരു സൈഡും തരണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള മൂന്ന് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ആദ്യം പഠിക്കാവുന്നത് മൂന്ന് സൈഡ് തരും. മൂന്ന് സൈഡ് തരുമ്പോൾ എങ്ങനെ മൂന്ന് ആംഗിൾ കണ്ടുപിടിക്കും, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഹിയർ ഗിവൺ ത്രീ സൈഡ്സ്. ഇവിടെ നമുക്ക് മൂന്ന് സൈഡാണ് തന്നിരിക്കുന്നത്. മൂന്ന് സൈഡ് തന്നാൽ ഹൗ വി ഫൈൻഡ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്നുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കൊസൈൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൊസൈൻ റൂൾ എന്ന് പറഞ്ഞാൽ കോസ് എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് ഡിവൈഡ് ബൈ 2bc. ഇവിടെ സ്മോൾ എ ഇസ് ഗിവൺ, സ്മോൾ സി ഇസ് ഗിവൺ, സ്മോൾ ബി ഇസ് ഗിവൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. വി ഗെറ്റ് 5 സ്ക്വയർഡ് പ്ലസ് 7 സ്ക്വയർഡ് minus 4 squared divided by 2 into 5 into 7 is equal to, after simplification we get 58 by 70. Use calculator of mode fx less than 100. ഇനി നമുക്ക് കോസെ കിട്ടി. കോസെ 58/70 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലല്ലാതെ ഇത് വായിച്ച് പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങളത് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈ ഞാൻ എഴുതിയേക്കുന്ന സ്റ്റെപ്സ് എല്ലാം ചെയ്യണം. അപ്പോൾ 58/70 എന്ന് കിട്ടും. ഇനി നമുക്ക് എ കിട്ടുന്നതിന് കോസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യണം. കോസ് ഇൻവേഴ്സ് 58/70 ആണ് എ. അതിന് കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ടത് ആദ്യം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം കാണാം ഷിഫ്റ്റ് കീ. എന്നിട്ട് കോസ് എന്നൊരു കീ ഉണ്ടാവും, അത് പ്രസ് ചെയ്യണം. പിന്നെ ലെഫ്റ്റ് ബ്രാക്കറ്റ്, ലെഫ്റ്റ് പരാന്തിസിസ് അത് ക്ലിക്ക് ചെയ്യണം, അത് പ്രസ് ചെയ്യണം. പിന്നെ 58 ടൈപ്പ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എന്നുള്ള സിമ്പൽ പ്രസ് ചെയ്യണം. പിന്നെ 70 ടൈപ്പ് ചെയ്യണം. അതിനുശേഷം റൈറ്റ് പരാന്തിസിസ്, റൈറ്റ് ബ്രാക്കറ്റ് ഇടണം. പിന്നെ ഇസീക്വൽ ടു കൊടുക്കണം. പിന്നെ അതിനുശേഷം ഇതാ കാണുന്നൊരു സിമ്പൽ, ഒരു വട്ടം, പിന്നെ ഒരു കോമ നടക്കുന്നൊരു സിമ്പലുണ്ട്. ആ സിമ്പലും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഡിഗ്രിയിലും മിനിറ്റിലും സെക്കൻഡിലും കിട്ടും. നമ്മൾ ഡിഗ്രിയിലും മിനിറ്റിലും കറക്റ്റാക്കി എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 34 ഡിഗ്രി 3 മിനിറ്റ് എന്ന് കിട്ടും. ഞാനത് കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് യു പ്രസ് ദി ഷിഫ്റ്റ് കീ. ദിസ് ഇസ് ദി ഷിഫ്റ്റ് കീ. പ്രസ് ദി ഷിഫ്റ്റ് കീ. ദെൻ പ്രസ് കോസ് കീ. ഹിയർ ഇസ് ദി കോസ്. പ്രസ് ദി കോസ് കീ. ദെൻ പ്രസ് ലെഫ്റ്റ് പരാന്തിസിസ്. ദിസ് ഇസ് ദി ലെഫ്റ്റ് പരാന്തിസിസ്, ലെഫ്റ്റ് ബ്രാക്കറ്റ്. Then type 58. Type 58. Then press the symbol divided by symbol press ചെയ്തു. Then type 70. Then press right parenthesis. Then press is equal to. You get 34.047 degree. 34.047 degree. Convert it into degree, minute and second. For that you press this symbol, this key. You see this key? Press this key. You get answer as 34 degree 2 minutes 2.5 minutes. Therefore 34 degree 3 minutes. Convert it into 5 നമുക്ക് കറക്റ്റ് ചെയ്ത് 3 ആക്കി എഴുതാം. അപ്പം 34 degree 3 minutes എന്ന് വരും. അതാണ് ഈ എഴുതിയേക്കുന്നത്. Next we have to find b. For that use the cosine rule, cos b. Cos b is equal to a squared plus c squared minus b squared divided by 2ac. Then substitute a, b and c. We get 4 squared plus 7 squared minus 5 squared divided by 2 into 4 into 7, which is equal to 4 squared is 16, 7 squared is 49 minus 5 squared is 25 divided by 2 into 4 into 7 is 56. Is equal to, after simplification we get 40/56. Therefore b is equal to cos inverse 40/56.
For finding cos inverse 40 by 56, first press shift key, then press cos key, then press left parenthesis key, then type 58, then press 70, then type 70, then press right parenthesis key, that is right bracket key, then press is equal to key, then press that symbol 0 and comma symbol. You get the answer as 44 degree 25 minutes. അപ്പോൾ ഞാനൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് കാണിക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണം. ഇതാണ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തു. എന്നിട്ട് കോസ് കീ പ്രസ് ചെയ്യണം. ഇതവിടെ കോസ് കീ ഇതവിടെ ഉണ്ട്. ആ കോസ് കീ ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? കോസ് ഇൻവേഴ്സ് എന്ന് കിട്ടി. ഇനി ഇതാ ഈ ബ്രാക്കറ്റ് പ്രസ് ചെയ്യണം, ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തു. എന്നിട്ട് എന്താ വേണ്ടത്? 40 by 56 ഡിവൈഡ് ബൈ 40 ടൈപ്പ് ചെയ്യണം. 40 അല്ലെങ്കിൽ 4ഉം 0യും പ്രസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ അടുത്ത കീ 5ഉം 6ഉം, കീ 5ഉം 6ഉം പ്രസ് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തു. എന്നിട്ട് ഈസ് ഈക്വൽ ടു പ്രസ് ചെയ്തു. അപ്പോൾ 44.415 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അതിന് ഡിഗ്രിയും മിനിറ്റും ആക്കാനായിട്ട് ഈ സിമ്പിൾ പ്രസ് ചെയ്തു. പ്രസ് ചെയ്യപ്പോൾ 44 ഡിഗ്രി 24.5 എന്ന കിടപ്പുണ്ട്. അപ്പോൾ 24.5 എന്നുള്ളത് 25 മാറ്റാം. അപ്പോൾ 44 ഡിഗ്രി 25 മിനിറ്റ് എന്നാണ് നമ്മുടെ ആൻസർ. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കണം. ഇപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഇനി മൂന്നാമതൊരു ആംഗിളും കൂടെ ഉണ്ട്, സി ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ എയും ബിയും ആഡ് ചെയ്തിട്ട് 180 നിന്ന് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് സി കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ കോസ് സി ആണെങ്കിൽ ആൻസർ എ പ്ലസ് ബി. എയും ബിയും കൂടെ ആഡ് ചെയ്യും. എ എന്ന് പറയുന്നത് 34 ഡിഗ്രി 3 മിനിറ്റ് പ്ലസ് 44 ഡിഗ്രി 25 മിനിറ്റ് 28 25ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 28, 4 4 8, 4 3 7, 78 ഡിഗ്രി 28 മിനിറ്റ് എന്ന് കിട്ടും. ഇതാണ് എ പ്ലസ് ബി. സി കിട്ടാനായിട്ട് 180 മൈനസ് എ പ്ലസ് ബി. 3 ആംഗിളോട് ആഡ് ചെയ്താൽ 180 കിട്ടുമെന്ന് അറിയാം. എയും ബിയും അറിയാം. അപ്പോൾ എ പ്ലസ് ബി സബ്ട്രാക്ട് ചെയ്താൽ ആംഗിൾ സി കിട്ടും. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ബി. എ പ്ലസ് ബി 78 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ ഇത് ഡിഗ്രി മിനിറ്റുമാണ്. അപ്പോൾ നമ്മൾ 180 ഡിഗ്രി എന്നുള്ളത് ഡിഗ്രി മിനിറ്റും ആക്കണം. 179 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 179 ഡിഗ്രി പ്ലസ് 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 180ക്ക് പകരം we can replace 180 by 179 degree 1 degree. 1 degree is same as 60 minutes. Therefore 179 degree 60 minutes minus a plus b 78 degree 28 minutes. 0 by 2 then 32 minutes. 101 degree 32 minutes is the answer. Angle C. Next problem, solve triangle ABC given side A is equal to 31.9 cm, side B is equal to 56.31 cm and side C is equal to 40.27. We have to find the three angles capital A, capital B and capital C. In order to find capital A, we apply cosine rule. Cos A, we know that cos A is equal to B squared plus C squared minus A squared by 2BC. Substitute B 56.31, therefore 56.31 squared plus C is 40.27, therefore plus 40.27 square minus A 31.9 square divided by 2BC. 2 into 56.31 into 40.27. Using calculator we can simplify. Here 56.31 square is 3170.82, then plus 40.27 square is
is same as 1621.67 minus 31.9 square is same as 1017.61 and the denominator is 4535.21. We use a calculator to find the result. Okay, that is very easy. Calculator of mod fx less than 100. You can use the calculator of mod fx less than 100. Okay. Next, again simplify the numerator. Here the numerator is, after simplification, numerator become 3774.88 and the denominator is 4535.27. Then divide numerator by denominator using calculator, we get cos A is equal to 0.8323. Then find A. A is cos inverse 0.8323. How to find cos inverse 0.8323 using a calculator? First, you press the using calculator, we can find cos inverse 0.8323 very easily. First, you press the shift button. First, you press the shift button. Here, this one is the shift button. Press the shift button. Then shift cos. There is a cos in the keyboard. Press the cos button. Cos. Therefore, we get a cos inverse. Then press the left bracket button. This is the left bracket button. Left bracket button. Press the left bracket button. Then type 0.8323. 0.8323. Then press the right bracket button. Then press is equal to button. We get 33.66 degree. Convert it into, we get 33.66 degree. Convert it into degree and minute. For that, press this button. You see that this button, press this button. We get 33 degree, 39.5 minute. That is 40 minute. 33 degree, 40 minute. You see that 33 degree 40 minutes. Now we get capital A. Similarly, we can find angle B also. Next, write the formula for cos B. Cos B is equal to a squared plus c squared minus b squared divided by 2 into a into c. This is obtained from the cosine rule, cos b. Then substitute a, b and c. We get 31.9 squared plus 40.27 square minus 56.31 square divided by 2ac, 2 into 31.9 into 40.27. Then simplify numerator and denominator using a calculator. Cos b is equal to a squared plus c squared minus b squared by 2ac. Substitute abc. We get 1017.61 plus 1621.67 minus 3170.82 divided by 2569.23. And after simplification, the numerator become minus 531.54 divided by denominator 2569.23. Then on further simplification, we get minus 0.2069. Therefore, cos b is equal to minus 0.2069. The calculator ഉപയോഗിച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടും. എല്ലാവരും ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ cos b is equal to minus 0.2069. Then b is equal to cos inverse minus 0.2069. Then find cos inverse using calculator. The method is first press the shift button. Here is the shift button. Press the shift button. Then press the cos button. Here is the cos button. Press the cos button. Therefore, cos inverse. Then bracket. Left bracket. This is the left bracket. Press the left bracket.
then type minus 0.2069. Type minus 0.2069. Minus, here is the minus symbol is here. Press minus. Minus. Then point. This is the point symbol. Press the point. Minus 0.2069. Press 2069. Then press right bracket. Right bracket. Then press is equal to symbol. We get 101.94 degree. Convert it into degree and minute. For that we press this button, this button, this button, this one, this button. Press this button. We get 101 degree 56 minute. 101 degree 56 minute. Or we get A and B. A 33 degree 40 minute and B 101 degree 56 minute. Then find angle C. We know that sum of the angles of a triangle is equal to 180 degree. Therefore, to get angle C, we subtract A plus B from 180 degree. Angle C is equal to 180 minus A plus B. Find A plus B. (40 plus 56). 0 plus 6, 6. 5 plus 4, 9. 96 minutes. 56 minute plus 40 minute, 96 minute. Then 33 degree plus 101 degree. 134 degree 96 minutes. 96 minute is same as 60 plus 36. 96 is same as 60 plus 36. 60 minute is same as 1 degree. (134 degree plus 1 degree is 135 degree. Therefore, A plus B is 135 degree 36 minutes. Then 180 minus A plus B. 180 can be expressed as 179 degree and 1 degree. 1 degree is 60 minutes. Therefore, 180 degree can be expressed as 179 degree 60 minutes. (180 is same as 179 degree 60 minutes minus A plus B. A plus B is 135 degree 36 minutes. 60 minus 36. 24 minutes. Then 9 minus 5, 4. 7 minus 3, 4. 44 degree 24 minutes. That's the answer. Therefore, we get A, B and C. This is the complete solution.